ഹലോ, ഞാനാ സുനില്. പറയടാ. എനിക്ക് 1000 രൂപയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒന്ന് മറിക്കാമോ? എടാ, നീ കഴിഞ്ഞ ആഴ്ചയല്ലേ എന്നോട് 500 രൂപ വാങ്ങിച്ചത്? അത് നീ ഇതുവരെ തന്നില്ലല്ലോ. എടാ, അതും കൂടി ചേർത്ത് 1500 മറ്റന്നാൾ ഞാനൊന്ന് തരാം. ഞാനിപ്പോ എടുത്ത് പെട്ട് നിൽക്കുക. പെട്ടെന്ന് ഇടാ, ഒരു അത്യാവശ്യം ആയതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. അറിയാടാ. ശരിയടാ, ഞാൻ ഇട്ടേക്കാം. എടാ, മറ്റന്നാൾ നീ തരണേ, താമസിപ്പിക്കരുത് കേട്ടോ. ശരി. ആരാ ചേട്ടാ ഈ പൈസ ഇങ്ങനെ കടം ചോദിക്കുന്നത്? ഇടിയ സുനിലാടി, അവൻ എന്തോ ഒരു ചെറിയൊരു അത്യാവശ്യം. ഉണ്ടല്ലോ, കൊട അങ്ങോട്ട്. ഇതാരാ? എന്തുവാടാ? എടാ, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കുക. എന്ത് പറ്റി? എന്തിനെ അറ്റാക്കായിട്ട് പെട്ടെന്ന് കൊണ്ടുവന്നതാ. ആരായിരുന്നു? നമുക്ക് അതുപോലെ വേണ്ടപ്പെട്ട ഒരാളാ. ഒരു 2000 രൂപ പെട്ടെന്ന് ഇട്ട് തരണേ. പൈസ ഒന്നും ഇല്ലടാ, ഭയങ്കര ടൈറ്റാ. വേറെ മാർഗമില്ല, അതുകൊണ്ടാ. പെട്ടെന്ന് തരണേ. ഞാൻ നോക്കട്ടെ. എന്നാ ശരി, കേട്ടോ. നിങ്ങൾ ഇതെന്തോ മനുഷ്യ, വേൾഡ് ബാങ്കോ? ചോദിക്കുന്നവർക്ക് പണം അങ്ങോട്ട് പറക്കി കൊടുക്കാന് ഇവിടെ എന്തോ അടിച്ചു വെച്ചേക്കുന്നോ? കാടത്തിന് മീതെ കാടമായിട്ടിരിക്കുമ്പോഴാ. എടി, അത് അവനെന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞടി, എന്തോ ഹോസ്പിറ്റൽ കേസ് ഏതാണ്ട, അതുകൊണ്ട്. ചോദിക്കുമ്പോ എങ്ങനെയാ ഇല്ലാന്ന് പറയുന്നത്? എങ്ങനെയാ? എന്നിട്ട് നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞോ? കൊടുക്കാന്ന് പറഞ്ഞു. അതിന് തിരിച്ചു തരുമോടി? എന്നിട്ട് വാങ്ങിച്ചവരാരെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ? എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. അത് പിന്നെ എങ്ങനെയാടി ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയുന്നത്? എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെയാ. ചോദിക്കുന്നവർക്കേ യാതൊരു എളുപ്പം കാണത്തില്ല. അതിനകത്ത് ചേട്ടനും അനിയനും അളിയനും പെങ്ങളും നിങ്ങളുടെ ചങ്ക് ബ്രോകളും ഒക്കെ കാണും. നോ പറഞ്ഞെടുത്ത് നോ തന്നെ പറയണം. നീ പറഞ്ഞത് ശരിയാടി, ഞാൻ ഇനി അങ്ങനെ പറഞ്ഞോളാം. ചേട്ടായി, എനിക്കൊരു 5000 രൂപ വേണമായിരുന്നു. 5000 രൂപയോ? എന്തിനിപ്പോ 5000 രൂപ? എനിക്ക് അത്യാവശ്യമായിട്ട് എന്റെ സ്വന്തം ആവശ്യത്തിനുള്ള കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നോ. നോയോ? അതെന്താ? അതെ, നോ. നീ അല്ലേ പറഞ്ഞത് ആര് ചോദിച്ചാലും നോ പറയണമെന്ന്? അങ്ങനെ ചോദിക്കുമ്പോ എടുത്തു തരാനേ ഇവിടെ പണം അടിച്ചടിച്ച് വെച്ചേക്കൊന്നുമല്ല. ഇങ്ങനെ വേണം പറയാന്. ഇത് എന്നോടല്ല പറയേണ്ടത്, കടം കൊടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെയാ പറയേണ്ടത്. ഈ കാശിന്റെ കാര്യം വരുമ്പോ ഭാര്യയും കണക്കാ, ബന്ധുക്കളും കണക്കാ, വീട്ടുകാരും കൂട്ടുകാരും എല്ലാം കണക്കാ. മനസ്സിലായോ? അങ്ങോട്ട് കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കൂടെ എല്ലാരും എപ്പോഴും കാണും. എപ്പോഴും ഈ കൊടുക്കു നിൽക്കുന്നോ അതോടുകൂടി തീർന്നു ബന്ധങ്ങളെല്ലാം. അതല്ലയോ സത്യം? അത് അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച കൂട്ടുകാരനെ ഒരു 3 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു 1000-1500 രൂപ കണ്ട് വാങ്ങിച്ചല്ലോ, അത് തന്നോ? ഇല്ലടി, ഞാൻ 2 പ്രാവശ്യം വിളിച്ചായിരുന്നു. അവന്റെ ഇപ്പൊ പൈസ ഇല്ലെന്നാ പറഞ്ഞത്. ഫോണ് ഇപ്പൊ ഒന്ന് വിളിച്ചേ. ഹലോ. എടാ സുനിലേ, എടാ നീ ആ പൈസ തന്നില്ലല്ലോടാ. നീ 3 ദിവസം കഴിഞ്ഞ് തരാന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ ആഴ്ച ഒന്നായി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ആദ്യം നീ 500 വാങ്ങിച്ചു, പിന്നെ 1000 വാങ്ങിച്ചു, ഇപ്പൊ 1500 അല്ലേ? എടാ, എത്ര ഉണ്ടെങ്കിലും ഞാൻ തരും. ഞാൻ ഇവിടുന്ന് ഓടി പോകുന്നൊന്നുമില്ല. ചേട്ടാ, നീ കൂടുതലൊന്നും പറയണ്ട. കൂടെ എന്നെ വിളിക്കണ്ട കേട്ടോ, ഞാൻ തന്നോളാം. വെക്കുവാണേ. അവൻ കട്ട് ചെയ്തടി. എന്തോ ഒരു ഹോസ്പിറ്റൽ കേസ് കേട്ട് പറഞ്ഞൊരുത്തിന് 2000 രൂപ കൊടുത്തില്ലേ, അത് കിട്ടിയായിരുന്നോ? അതൊന്ന് വിളിച്ചേ. ഹലോ. ഹലോ. ഞാനാ. ആരാന്നോ? നീ എന്നെ മറന്നും പോയോ? ഞാൻ സന്തോടാ. ഇന്നലെ കഴിഞ്ഞ ആഴ്ച നിനക്ക് പൈസ തന്നില്ലായിരുന്നോ? എടാ, ഞാൻ വേറെ ടെൻഷനിലായിരുന്നടാ. പറയടാ. എന്തുവായി? അങ്ങനെ മരിച്ചുപോയോ? ഇനി ആ പൈസ നമ്മൾ ആരോട് ചോദിക്കാനാ? ഇനിയിപ്പോ ഞാനല്ലേ നിനക്ക് പൈസ തന്നത്, ഞാൻ നിന്നോടല്ലേ ചോദിക്കേണ്ടത്. ഇപ്പൊ മരിച്ചോട് എനിക്ക് പൈസ ചോദിക്കുന്നത്? എടാ, അതവിടെ ചെലവായി പോയില്ലേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ എന്താ ചെയ്യും? നീ മേടിച്ച പൈസ നീ തരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ ആരോട് പോയി ചോദിക്കും? എടാ, അങ്ങനാണോ പറയുന്നേ? പൈസ വാങ്ങിച്ചു കഴിക്കുന്ന അങ്ങനാണോ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? നീ ആ ഫോൺ വെച്ചേ. ഹലോ. ചുമ്മാ മനുഷ്യനെ ഓരോരുത്തരൊക്കെ. നമ്മളാ പൈസ ഒരു ആശുപത്രി കേസിനായിട്ട് കൊടുത്ത അയാൾ മരിച്ചു പോയത്. അയാൾ മരിച്ചു പോയതുകൊണ്ട് പൈസ ഇനി ആരോടാ ചോദിക്കുന്നതെന്ന് അവൻ പറയുക. ഇപ്പൊ എങ്ങനുണ്ട്? അതെ, പെണ്ണുങ്ങൾ പറയുന്നത് എല്ലാം ഒന്നും കേട്ടില്ലെങ്കിലും ഒന്ന് ചിന്തിക്ക്, എന്നിട്ട് വേണ്ട പോലെ ചെയ്യേ. ചെയ്യാമേ, നീ ഒന്ന് നിർത്ത് മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാതെ. അയ്യോ, ഞാൻ നിർത്തി. നമ്മളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഞാൻ ചോദിച്ച 5000 ഇതാ. നീ പോയി അവിടുന്ന്. എന്റെ 5000 ഒന്നും തരാനില്ല.
കടം കൊടുത്ത പൈസ കിട്ടുമ്പോഴാണ് തരാം. ഓ, നാട്ടുകാർക്കും കൂട്ടുകാർക്കും മൊത്തം കൊടുക്കാനുണ്ട്. സ്വന്തം ഭാര്യ ഒരാവശ്യത്തിന് ചോദിച്ചാൽ തരാനില്ല. നിങ്ങളൊന്നും ഒരു കാലത്തും നന്നാവില്ല. കടം ഇത് സ്നേഹബന്ധങ്ങൾ തകർക്കുന്നു. കടം കൊടുക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒരു ശത്രുവിനെ ഉണ്ടാക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരും ഇതിൽ അനുഭവസ്ഥരല്ലേ?